ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ത്രെഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്കിപ്പോൾ പിരിക നന്നായിട്ട് ഷേപ്പിൽ വരച്ചതിന് ശേഷം ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഷേപ്പിൽ വരച്ചതിന് ശേഷം ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി പേർക്ക് അറിയായിരിക്കും. ഇതൊരു ഐബ്രോസ് എടുക്കുന്നൊരു ബ്ലേഡാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. 3 എണ്ണം ഉണ്ട് ഇതിന്. ആക്ച്വലി 3 പാക്കാണ്. 3 എണ്ണത്തിന് 55 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇത് അവരുടെ ഒരു പാക്കിലുണ്ടായതാണ് ഫോർ ബ്യൂട്ടിഫുൾ ഐബ്രോസ് എന്ന് പറയുന്നത്. ഐബ്രോസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് 3 എണ്ണത്തിൽ ഒരെണ്ണം ഞാൻ ഇന്നലെ യൂസ് ചെയ്തായിരുന്നു. എൻ്റെ ഐബ്രോസ് എടുത്തായിരുന്നു. ഞാൻ അതിൻ്റെ പിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഐബ്രോസ് എടുക്കുന്നതിന് മുമ്പുള്ളതും ശേഷമുള്ളതും. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇന്നലെ മറന്നുപോയി. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഐബ്രോസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇതിങ്ങനെ ഒരു ക്യാപ്പ് തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലേഡ് പോലെയാണ് ഉണ്ടാകുന്നത്. ശരിക്കും മൂർച്ചയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ, പക്ഷെ എന്നാൽ നന്നായിട്ട് ഹെയർ റിമൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ത്രെഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്കിപ്പോൾ പിരിക നന്നായിട്ട് ഷേപ്പിൽ വരച്ചതിന് ശേഷം ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഷേപ്പിൽ വരച്ചതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതുക്കി ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിരിക നന്നായിട്ട് വലിച്ചു പിടിക്കണം കേട്ടോ. അത് കൈ കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കയ്യിലാണ് കാണിക്കുന്നത്. കയ്യിലെ ഹെയറുകൾ എനിക്ക് താല്പര്യമില്ല. കണ്ടോ, പതുക്കി ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ കണ്ടോ, നിങ്ങൾക്ക് ഇത് ശരിക്കും നോക്കിയാൽ കാണാം. കണ്ടോ, ഹെയർ നന്നായിട്ട് വരുന്നത്. ഞാൻ പതുക്കെ ചെയ്തിട്ടുള്ളൂ, കാരണം എനിക്ക് കയ്യിലെ ഹെയർ കളയാൻ താല്പര്യമില്ല. ഞാനങ്ങനെ വാക്സ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതാണ്. കണ്ടോ, ഞങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യാം. ഇത് ഞങ്ങൾക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാം ഒരു ബ്ലേഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ത്രെഡ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡിന് 50 രൂപയോ എന്തോ കൊടുക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ എനിക്കറിയാം. ഞാനൊരു പ്രാവശ്യം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുപോലെ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് ത്രെഡ് ചെയ്യാറ്. എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെ വലിച്ചെടുത്ത് കളയാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലേഡ് വാങ്ങിച്ചിട്ടാണ് സാധാരണ യൂസ് ചെയ്യാറ്. ഇപ്പം ഇതില്ല എന്നാണെങ്കിൽ ഞാൻ നോർമലി സാധാരണ 2 രൂപയുടെ ബ്ലേഡില്ലേ ഷോപ്പിലൊക്കെ കിട്ടുന്ന, അത് ചുറ്റും സെയിം പോലെ തന്നെ ഇതുപോലെ തന്നെ ബ്ലേഡ് വെച്ചിട്ട് വരച്ചതിന് ശേഷം ഐബ്രോസ് വരച്ചതിന് ശേഷം ബ്ലേഡ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഞാനിങ്ങനെ എടുത്തു കൊടുക്കുക ചെയ്യാറ് സാധാരണയായിട്ട്. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ പിരികം വരച്ചതിന് ശേഷം ഒരു ഐബ്രോ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് എങ്ങനത്തെ ഷേപ്പിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്പേസിൽ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. ഒട്ടും ഞങ്ങൾക്ക് മുറിയില്ല, കാരണം ഒട്ടും ഇങ്ങനെ മൂർച്ചയില്ല, പക്ഷേ ഹെയർ നന്നായിട്ട് റിമൂവും ആവും. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ജസ്റ്റ് ഉരച്ചെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂടി വെച്ചിട്ട് ഞങ്ങൾക്ക് സേഫ് ചെയ്യാം. കണ്ടോ, ഞങ്ങൾക്ക് 2 പ്രാവശ്യം ഒരെണ്ണം യൂസ് ചെയ്യാൻ പറ്റും. 3 എണ്ണത്തിന് 50 രൂപയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്യൂട്ടി പാർലറിൽ ഒരു പ്രാവശ്യം ത്രെഡ് ചെയ്യേണ്ട 60 രൂപയാണ്. ഇത് ഞങ്ങൾക്ക് 3 എണ്ണത്തിന് 50 രൂപയോട് ട്രാവൽ ഫ്രീ ആണ്. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി യൂസ് ചെയ്യാം. ജസ്റ്റ് ഞങ്ങൾക്ക് പിരികം അതായത് ത്രെഡ് ചെയ്തതിന് ശേഷം പിന്നെയും വളരുമ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും ആ വശത്തെ ഹെയർ നന്നായിട്ട് റിമൂവ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹെയർ മാത്രം, അതായത് ഐബ്രോസ് മാത്രമല്ല ഇതുകൊണ്ട് എടുക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് മീശ പോലെ ചെറിയൊരു ഹെയർ ഉണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നന്നായിട്ട്. ഇപ്പോൾ ഫേസിലെ ഹെയർ പോലും ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് എടുത്ത് കളയാൻ പറ്റും. പിന്നെ ഫേസിലെ ഹെയർ എടുത്ത് കളയുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞങ്ങൾ ഫേസ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഒരിക്കലും ഇത് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട കേട്ടോ. കാരണം സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവും ബ്ലേഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ.